ഹലോ, തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എൻ്റെ ഗ്യാരൻറ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കഴിക്കുകയും ചെയ്യാം. 200 ഗ്രാം മൈദയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൂട്ടി ഒരു ചെറിയ പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ മൈദയും ചേർത്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കി വെച്ചു. മാറ്റിവെച്ച പൊടിയിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് ചപ്പാത്തി മാവ് കണക്ക് റെഡിയാക്കി വെച്ചു. ഇനി വേണ്ടത് 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 1 സവാള, 1 പീസ് ചിക്കൻ. ബ്രസ്റ്റ് പീസിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചോപ്പറിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ ചിക്കൻ ഒന്നുകൂടെ പീസസ് ആക്കി അത് വിട്ട് മിൻസ് ചെയ്തെടുത്തു. നല്ല ഫൈനായിട്ട് മിൻസ് ചെയ്ത് കിട്ടും. ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഗരം മസാല, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കനും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചു. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചപ്പാത്തി മാവ് ഇടയ്ക്കൊന്ന് കുഴച്ച് കൊടുത്തു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മാവ് വീണ്ടും എടുത്ത് ഒന്നുകൂടെ കുഴച്ച് മാക്സിമം എക്സ്റ്റെൻഡിൽ പരത്തി അതിലേക്ക് തയ്യാറാക്കി വെച്ച പേസ്റ്റും തേച്ച് പിടിപ്പിച്ച് മടക്കി ഈ വീഡിയോയിൽ കാണുന്ന കണക്കിന് മടക്കിയെടുത്ത് അതിന് ശേഷം അത് 4 പീസസ് ആക്കി വീണ്ടും ഓരോ പീസസ് എടുത്ത് പരത്തി അതിലേക്ക് മിക്സ്ചറും വെച്ച് അടച്ചു സീൽ ചെയ്തു. കുറച്ച് ഷേപ്പിൽ ആക്കിയെടുക്കുകയും ചെയ്തു. ഒന്നും കൂടെ പ്രസ് ചെയ്ത് അതിന് വേണ്ടി ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓരോ പീസസ് ഇട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. Enjoy.